വെള്ളിയാഴ്ച പദയാത്രയായി വരുവാനുള്ള കൃപ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഈ കൃപ തന്നതിന് നന്ദി അർപ്പിക്കുന്നു. എനിക്കും എന്റെ കുടുംബത്തിനും ചെറുതും വലുതുമായി തരുന്ന എല്ലാ രോഗസൗഖ്യത്തിനും അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്ക് നന്ദിയും ഈശോയ്ക്ക് ആരാധനയും മഹത്വവും അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. രാത്രി കായംകുളം. അമ്മേ മാതാവേ, വളരെ വൈകിട്ടും കാണാതായ പങ്കാളിയെ വേഗം വീട്ടിലെത്തിക്കണമേ എന്ന് ബ്രദറിനോട് എനിക്ക് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ അരമണിക്കൂറിനകം വന്നു. ഏകദേശം രാത്രി 2 മണി കഴിഞ്ഞിരുന്നു. ഉടൻ തന്നെ വരാൻ ഇടയാക്കിയതിനും അമ്മയ്ക്ക് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. വിജയമ്മ കരുനാഗപ്പള്ളി. അമ്മേ മാതാവേ, എന്റെ കൈവിരൽ തീ കൊണ്ട് നല്ലതുപോലെ പൊള്ളി. അപ്പോൾ അത് പൊള്ളി വരല്ലേ എന്ന് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെയും മരിയസനിലെ പ്രാർത്ഥിച്ച എണ്ണ ഇട്ടതിന്റെയും ഫലമായി പൊള്ളിയത് പെട്ടെന്ന് കരിയാൻ മാതാവ് അനുഗ്രഹിച്ചു. മാതാവിന് 1000 നന്ദി സ്തുതിയും അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഗോപാലകൃഷ്ണൻ കരുനാഗപ്പള്ളി. അമ്മേ മാതാവ്, എനിക്ക് പെടലി വേദനയും തലവേദനയും ഉണ്ടായിരുന്നു. എന്നാൽ മരിയസനിൽ അപേക്ഷ കത്തിട്ട് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മാതാവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. എന്ത് പറഞ്ഞു പ്രാർത്ഥിച്ചാലും നൽകി അനുഗ്രഹിക്കുന്ന മാതാവിന് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. മേരി പുന്നപ്ര. പരിശുദ്ധ അമ്മയുടെ വിലഹൃദയം വഴി പുത്രൻ തമ്പുരാൻ അതിന് സമർപ്പിക്കുന്ന ഉപകാരസ്മരണ. എന്റെ ആങ്ങള ജോസി പള്ളിയിൽ പോകാതെ ഇരുന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മടി മാറി പള്ളിയിൽ പോകാൻ തുടങ്ങി. കൂടാതെ ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അമ്മ എനിക്ക് ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദി സ്തുതിയും അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. മേരി നീണ്ടകര. എനിക്ക് രാത്രിയിൽ നല്ല രീതിയിൽ ഉറങ്ങുവാൻ സാധിക്കുമായിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ സംബന്ധിച്ചതിന്റെ ശേഷം നല്ല രീതിയിൽ ഉറങ്ങുവാൻ സാധിച്ചു. ഉണ്ണിയേശുവിനും പരിശുദ്ധ ദേവമാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. ഉപഹാരസ്മരണ എഴുതിയിടാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സൂസി പള്ളിക്കൽ. ഈ ഉപഹാരസ്മരണ അമ്മയുടെ ബലഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഞാൻ ഒരു വിശ്വാസ പ്രമാണവും 72 സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും 72 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും 72 ത്രേത്വസ്തുതിയും ചൊല്ലി ഈശോയുടെ മുൾമുടിയായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജീവിത പങ്കാളിയുടെ മദ്യപാനം കുറഞ്ഞു കിട്ടി. അതുപോലെ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകൂടി നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സുഭദ്ര ഭരതൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ചെയ്തു തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കോടാനുകൂടി നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ദാനമായി തന്ന ഭവനത്തിന്റെ പണി പൂർത്തിയാകാതെ കിടന്നതായിരുന്നു. അത് വൃത്തിയാക്കി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇതിനുള്ള സാമ്പത്തികം യഥാസമയം ഒരുക്കി കൂട്ടി തന്നതിനെ ഓർത്തും നന്ദി അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. മറിയാമ്മ ജോസഫ് പുന്നപ്പുറം. പരിശുദ്ധ അമ്മയുടെ വിലഹൃദയം വഴി പുത്രന്റെ സമർപ്പിക്കുന്ന ഈ ഉപഹാരസ്മരണ. ബ്രദർ എന്റെ കുടുംബത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഭവനത്തിന് വേണ്ടി അപേക്ഷ ഉണ്ടായിരുന്നു. അത് ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് വീട് അനുവദിച്ചു കിട്ടി. അതിന് പുത്രൻ തമ്പുരാൻ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആനി കാരിച്ചാൽ.
ഞാൻ ആദ്യമായി മര്യസാനിയിൽ വന്ന ദിവസം ഓർക്കുന്നു. എന്റെ പ്രയാസങ്ങൾ ഉണ്ണീശോയോടും മാതാവിനോടും സമർപ്പിച്ച ശേഷം ബ്രദറിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ കരയേണ്ട, വിഷമിക്കേണ്ട, കർത്താവ് ഇടപെടും എന്ന് പറഞ്ഞു. അന്ന് തന്നെ പകുതി സമാധാനത്തിലായിരുന്നു തിരിച്ചു പോയത്. ഇന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ അക്ഷരാർത്ഥത്തിൽ അത് സാധിച്ചിരിക്കുകയാണ്. എന്റെ സഹോദരിക്ക്, ഇറ്റലിയിലായിരിക്കുന്ന സഹോദരിക്ക് വേണ്ടി മര്യസാനിൽ വന്ന് പ്രാർത്ഥിക്കുകയും നിരന്തരമായി അപേക്ഷ എഴുതിയിടുകയും ഇവിടുത്തെ എല്ലാ ദൈവമക്കളും എന്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഗവൺമെന്റിൽ സമർപ്പിച്ച അപേക്ഷയുടെ വിവരം അറിയുവാൻ സാധിക്കാതെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ മര്യസാനിലെ അമ്മയെയും ഉണ്ണീശോയെയും ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചന സന്ദേശം ഇതാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം. വിശുദ്ധനായ ഒരു പ്രവാചകൻ വഴി ജ്ഞാനം അവരുടെ പ്രവൃത്തികളെ ഐശ്വര്യപൂർണമാക്കി. പ്രൈസ് ദി ലോർഡ്. എന്റെ അപേക്ഷ കേട്ട് ഉത്തരമരുളിയ പരമകാരുണ്യവാനായ ദൈവത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഉണ്ണീശോയ്ക്കും മാതാവിനും അതിലുപരി പരമകാരുണ്യവാനായ ദൈവത്തിന് നന്ദി. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അനേകരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന ബ്രദറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ ദൈവസന്നിധിയിൽ എന്നും ഓർക്കണം. അതുപോലെ തന്നെ ഇവിടെ ആയി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെയും ഓർക്കുകയും അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്നെ മര്യസാനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ വിനയ മേരിയെ ഓർക്കുകയും സിസ്റ്ററിന്റെ സ്കൂളിന്റെ ആവശ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയുന്ന അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും കോടാനുകോടി നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫ്രാൻസിസ് യോഹന്നാൻ മുക്കാട്. പരിശുദ്ധ അമ്മയെ ഉപാസന എഴുതിയിടാൻ താമസിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. എനിക്ക് വിട്ടുമാറാത്ത തുമ്മലും മൂക്കൊലിപ്പും ഉണ്ടായിരുന്നു. മര്യസാനിൽ ഉപാസന എഴുതിയിടാമെന്ന് നേർന്നുകൊണ്ട് അപേക്ഷ എഴുതിയിട്ടതിന്റെ ഫലമായി പൂർണ്ണമായും എല്ലാവിധ അലർജി രോഗങ്ങളിൽ നിന്നും വിടുതൽ നൽകി യേശു അനുഗ്രഹിച്ചു. കൂടാതെ രാത്രി ഉറങ്ങാൻ കിടന്നാൽ വല്ലാതെ ഭയവും പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളും കണ്ടിരുന്നതിനാൽ ഉറങ്ങാൻ സാധിച്ചില്ല. എന്നാൽ അപേക്ഷ എഴുതിയിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നല്ലതുപോലെ ഇപ്പോൾ ഉറങ്ങാൻ സാധിക്കുന്നു. ഇങ്ങനെ പലവിധമായ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മര്യസാൻ അമ്മയ്ക്കും പുത്രൻ തമ്പുരാനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ It's